രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ഒരാമുഖം. രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ അവസാന നൂറ്റാണ്ടിലെ ലോകചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള സംഭവമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ആധുനിക സഭയുടെ വസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൗൺസിൽ 1962 ഒക്ടോബർ 11 ആരംഭിച്ച് 1965 ഡിസംബർ 8 സമാപിച്ചു. ആധുനിക കാലത്തെ രണ്ടാമത്തെ കൗൺസിലായ ഈ കൗൺസിൽ മെത്രാന്മാരുടെ അധികാരവും അൽമായരുടെ സവിശേഷ സ്ഥാനവും പ്രത്യേകമാംവിധം വ്യക്തമാക്കുന്നു. പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത്. 1. വിശ്വാസികളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഊർജ്ജസ്വലത പകരുക. 2. സഭയിലെ പരിവർത്തന വിധേയമായ ഘടകങ്ങളെ നമ്മുടെ കാലഘട്ടത്തോട് അനുരൂപപ്പെടുത്തുക. 3. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും തമ്മിലുള്ള ഐക്യം വളർത്തുക. 4. മാനവരാശിയെ മുഴുവൻ ക്രിസ്തുവിൻ്റെ സമൂഹത്തിലേക്ക് ക്ഷണിക്കുക. ആത്യന്തികമായി സഭയുടെ നവീകരണമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലക്ഷ്യം. അതായത് ക്രിസ്തുവിൽ നവചൈതന്യമുള്ള വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ രൂപവൽക്കരണം. എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പശ്ചാത്തലം? സഭാചരിത്രത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട 12-ാം പിയൂസ് പാപ്പ 1958 ഒക്ടോബർ 9 അപ്രതീക്ഷിതമായി കാലം ചെയ്തു. അന്നത്തെ കർദിനാളന്മാർ 79 വയസ്സുകാരനായ വെനീസിലെ പാത്രിയാർക്കീസ് ആയിരുന്ന കർദിനാൾ ജൂസപ്പെ റൊങ്കാളിയെ 1958 ഒക്ടോബർ 28 പാപ്പയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം ജോൺ 23 എന്ന പേര് സ്വീകരിച്ചു. പുതിയ പാപ്പ തുറന്ന മനസ്സിൻ്റെ ഉടമയും തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയും സഭയ്ക്ക് ചിന്തയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായിരുന്നു. പുതിയ ഇടയൻ എല്ലാവരാലും ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്തു. സഭയ്ക്ക് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളോടും മതവിഭാഗങ്ങളോടും അടുത്ത സ്നേഹബന്ധം വളർത്താൻ അദ്ദേഹം വഴി സാധിച്ചു. എക്യുമെനിക്കൽ മനസ്സുള്ള പാപ്പ ഔപചാരിക ഒന്നുമില്ലാതെ എല്ലാവരോടും സംസാരിക്കാനും ഇടപെടാനും സമയം കണ്ടെത്തി. 1959 ജനുവരി 25 പൗലൂസിൻ്റെ മാനസാന്തര തിരുനാളിൽ, അതായത് പാപ്പയായി തിരഞ്ഞെടുത്തതിൻ്റെ 90-ാം ദിവസം, വത്തിക്കാന് പുറത്തുള്ള സെന്റ് പോൾസ് ബസിലിക്കയോട് ചേർന്നുള്ള ചാപ്പലിൽ സന്ധ്യാവന്ദന പ്രാർത്ഥനയ്ക്കെത്തിയ പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം നടത്തി. എനിക്ക് സ്വർഗീയമായ ഒരു ദർശനം ഉണ്ടായിരിക്കുന്നു. മാനുഷികമായി പറയുകയല്ല, ദൈവികമായി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1. ഞാൻ വലിയ ഒരുക്കത്തോടെ ഒരു സാർവത്രിക സുന്നഹദോസ് വിളിച്ചുകൂട്ടുന്നു. 2. എൻ്റെ രൂപത റോമിന് വേണ്ടി ഒരു സിനഡ് നടത്തുന്നതാണ്. 3. 1917 പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാനൂൻ നിയമം പരിഷ്കരിക്കും. എന്തൊക്കെയാണ് പാപ്പയെ സ്വാധീനിച്ച സാഹചര്യങ്ങൾ? രണ്ടാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ച് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, ആധുനിക നിരീശ്വര പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ വെല്ലുവിളികൾ, ഇവയുടെ അടിസ്ഥാനത്തിൽ സഭയെ നവീകരിക്കുകയും ഉറവിടത്തിലേക്ക് തിരിച്ചു പോവുകയും സഭയുടെ വാതിലുകൾ എല്ലാവർക്കുമായി പാപ്പ തുറന്നിടുകയും ചെയ്തു.